ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ട് വിവിധ ഹൈക്കോടതികളിലെ ബാർ അസോസിയേഷൻ അധ്യക്ഷന്മാർ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള കൊളീജിയം ശുപാർശ പിൻവലിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബൽറാം, ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അതുമാത്രമല്ല, ഈ ജഡ്ജ് പരിഗണിച്ച കേസുകളെല്ലാം തന്നെ, മുൻപ് വിധി പറഞ്ഞ കേസുകളെല്ലാം തന്നെ വീണ്ടും അന്വേഷിക്കണം, ആ രീതിയിലൊക്കെയുള്ള ആവശ്യങ്ങൾ വന്നിരുന്നു. ഇതിപ്പോൾ ഇവർ പ്രതിഷേധം ശക്തമാക്കുകയാണല്ലേ? സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിവിധ ബാർ അസോസിയേഷനുകളുടെ അധ്യക്ഷന്മാർ ഇന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തെ സ്ഥലം മാറ്റാനുള്ള കൊളീജിയത്തിന്റെ ശുപാർശ അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി അന്വേഷിക്കുന്ന അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ യശ്വന്ത് വർമ്മയെ മറ്റ് ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണം എന്ന ആവശ്യമാണ് ബാർ അസോസിയേഷനുകൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നൽകിയിരിക്കുന്ന മറുപടി. അതേസമയം പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് നേരിട്ടെത്തി വിശദീകരണം നൽകാൻ ആഭ്യന്തര അന്വേഷണ സമിതി ആവശ്യപ്പെട്ടതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സമിതിയെ കാണുന്നതിന് മുമ്പായി യശ്വന്ത് വർമ്മ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം സമിതിയെ കണ്ട് മൊഴി നൽകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഫയർഫോഴ്സ് മേധാവിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. സ്മിത, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.